ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഈ അടുത്ത് നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് പുതിയൊരു ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോഴും ഗ്ലോബൽ എൻക്യാപ്പ് എന്നുള്ളത് മറ്റൊരു ചോദ്യം, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ആദ്യം തന്നെ നമുക്ക് വണ്ടി നോക്കണമല്ലോ. സിട്രോയിൻ്റെ E-C3 എന്ന് പറയുന്ന ഫെബ്രുവരി 2023 ഇറങ്ങിയ വാഹനമാണ് ഈ അടുത്ത് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത്. ആൻഡ് ആ വാഹനത്തിന് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. 0 സ്റ്റാർ കിട്ടാനുള്ള റീസൺ ഞാൻ പറയാം, പക്ഷേ അതിന് മുമ്പ് ഇതിൻ്റെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ 20.86 ആണ് ഔട്ട് ഓഫ് 34 അഡൽട്ടിന്, 10.55 ആണ് ഔട്ട് ഓഫ് 49 ചൈൽഡ് പ്രൊട്ടക്ഷനിൽ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് അഡൽട്ട് പ്രൊട്ടക്ഷനിൽ 0 സ്റ്റാറും അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ 1 സ്റ്റാറുമാണ് ഇതിന് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഈ റേറ്റിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 20.86 പോയിന്റ്സ് ഇതിന് കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് 1-2 സ്റ്റാർ പോലും അവർ അഡൽട്ട് പ്രൊട്ടക്ഷനിൽ കൊടുക്കാണ്ടിരുന്നത് എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ മൊത്തത്തിലുള്ള പ്രൊസീജിയർ. ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ച് വരുത്തിയിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഈ അടുത്തും അവർ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ റീസൺ വരുന്നത് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് മിസ് ഔട്ട് ആവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ കേസിലാണെങ്കിലും അവർ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി നോർമൽ കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൻ്റെ ഫീച്ചേഴ്സ് മാത്രമല്ല, ഇഷ്ടം പോലെ സേഫ്റ്റി ഫീച്ചേഴ്സും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒരു വാഹനത്തിൻ്റെ ഔട്ട്ലുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിന് ഒന്നാമത്തെ കാര്യം ESP വരുന്നില്ല, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഒരു വേരിയൻസിലും ഇല്ല. പിന്നെ സൈഡ് എയർ ബാഗ്സ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സീറ്റിൻ്റെ സൈഡിൽ വരുന്ന എയർ ബാഗ് പോലും ഇല്ല. ജസ്റ്റ് 2 എയർ ബാഗ്സ് മാത്രമാണ് ഇപ്പോഴും ടോപ്പ് സ്പെക്കിൽ വരുന്നത്. അത് പിന്നെ പഞ്ചിന് ഇപ്പോഴും 2 എയർ ബാഗ്സ് മാത്രമേ ഉള്ളൂ. EV അല്ല, നോർമൽ പെട്രോൾ പഞ്ചിന്. ഈ അടുത്തൊരു അപ്ഡേറ്റ് വല്ലതും വരുമായിരിക്കും, അതിൻ്റെ അകത്ത് ടാറ്റ 6 എയർ ബാഗ്സ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും പഞ്ച് നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പിൽ പോയി ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഒന്നും കിട്ടില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 3 സ്റ്റാറെല്ലാം കിട്ടുമായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടം കൊണ്ട് ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ ഇത്രയും മോശമാവേണ്ട റീസൺ തീരുന്നില്ല. കാരണം സേഫ്റ്റി ഫീച്ചേഴ്സ് ഇനിയും മിസ്സിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളുടെ കൂടെ ഈ വാഹനത്തിൻ്റെ അകത്ത് സീറ്റ് ബെൽറ്റിൽ ലോഡ് ലിമിറ്റേഴ്സ് വരുന്നുണ്ട്, പക്ഷേ സീറ്റ് ബെൽറ്റ് പ്രിട്ടൻഷനേഴ്സ് മിസ്സിംഗ് ആണ്. പിന്നെ പറയത്തക്ക രീതിയിലുള്ള പ്രത്യേകിച്ച് ISOFIX ചൈൽഡ് സീറ്റ് മൗണ്ട്സ് ഒന്നും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഇത്രയും മോശമായി പോയത്. 1 സ്റ്റാർ റേറ്റിംഗ് ആയി. ISOFIX ചൈൽഡ് സീറ്റ് മൗണ്ട്സ് ഇല്ലാണ്ട് അതിൻ്റെ അകത്ത് സീറ്റ്സ് തന്നെ വരേക്ക് മൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അതിൻ്റെ പ്രൊട്ടക്ഷനും വളരെ മോശമായിരിക്കും, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്ട്രെയിൻസ് വരുന്നില്ല, സൈഡ് സപ്പോർട്ട് വരുന്നില്ല. ആക്ച്വലി സൈഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സൈഡ് എയർ ബാഗ്സ് ഇല്ലാത്തതുകൊണ്ട് ഈ വാഹനത്തിൽ സൈഡ് പോൾ ടെസ്റ്റ് അവർക്ക് ചെയ്യാനേ പറ്റില്ല. ഈ സൈഡ് പോൾ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൽ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ പെർസെൻറ്റേജ് കുറയും, അതായത് ഇവർ കൊടുക്കുന്ന റേറ്റിങ്ങിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ വണ്ടികളും സൈഡ് എയർ ബാഗ്സ് വരുന്നതാണ് ഇവർ ടെസ്റ്റ് ചെയ്യാറ്. അതില്ലാത്ത വണ്ടികളൊക്കെ മിക്കവാറും ഒന്നെങ്കിൽ 1 or 2 സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ 0 സ്റ്റാർ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് അതില്ലാത്തത് മാത്രമല്ല പ്രശ്നം, ESP ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ESP ഒരു വലിയ ഘടകമാണ്. അതും ഇല്ലെങ്കിലും അവർ ഈ പറയുന്ന റീസൺസ് ഒക്കെ വെച്ച് 0 സ്റ്റാർ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ വാഹനത്തിൻ്റെ ഫുട്വെൽ ഏരിയ അത്ര സ്ട്രോങ് അല്ല. അതുമാത്രമല്ല ഡ്രൈവറിൻ്റെയും പാസഞ്ചറിൻ്റെയും ചെസ്റ്റ് പ്രൊട്ടക്ഷൻ വീക്കാണെന്നും പറയുന്നുണ്ട്. ഹെഡ് പ്രൊട്ടക്ഷൻ വലിയ കുഴപ്പമില്ല, പക്ഷേ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നീസൊക്കെ ആണെങ്കിലും അത്ര നല്ല സുരക്ഷിതമായ സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്. ഇക്കാരണങ്ങളൊക്കെ വെച്ചാണ് ഈ വാഹനത്തിന് 0 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തത്. വേറൊരു കാര്യമുണ്ട്, ഇത് അൺസ്റ്റേബിൾ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അല്ല. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, നമ്മുടെ ഈ അടുത്ത് വന്ന വെർണയുടെ ക്രാഷ് ടെസ്റ്റിലൊക്കെ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. പക്ഷേ ആ വാഹനത്തിൻ്റെ ബോഡി ഷെൽ അൺസ്റ്റേബിൾ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വാഹനത്തിൻ്റെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി സ്റ്റേബിൾ ആണ്, അതായത് ഒരു ആക്സിഡൻറ്റിന് ശേഷം പിന്നെയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതെടുക്കാനുള്ള ഒരു കഴിവാണ് അതിലൂടെ പറയുന്നത്. ആ ഒരു സംഭവം ഈ വാഹനത്തിലുണ്ട്. ചിലപ്പോൾ അത് ഇലക്ട്രിക് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഇത്തിരി കൂടെ പൊതുവെ സ്ട്രോങ് ആക്കുമല്ലോ. അതായത് ബാറ്ററി പാക്ക് അവർക്ക് അതിൻ്റെ അകത്ത് വെക്കണം, അതിന് നല്ല വെയിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട്. 1.6 ടണ്ണിനടുത്ത് ഈ വണ്ടിക്ക് ഭാരം വരുന്നുണ്ട്. നോർമൽ C3 under 1000 കിലോസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഷാസി കുറച്ചുകൂടെ ടൈറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പം അൺസ്റ്റേബിൾ ബോഡി ഷെൽ റേറ്റിംഗ് കിട്ടാണ്ടിരുന്നത്. എന്തായാലും നോർമൽ C3യിലും സ്റ്റേബിൾ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി ആണെങ്കിൽ നല്ലത്. പക്ഷേ അവരിതുവരെ പെട്രോൾ C3 ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ പറയാൻ പറ്റില്ല. എന്തായാലും ടോട്ടൽ സേഫ്റ്റിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ C3 വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ അവരുടെ മറ്റുള്ള വാഹനങ്ങൾ C3 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സെട്രോയിൻ്റെ എൻട്രി ലെവൽ വാഹനമാണ്. C3 എയർ ക്രോസ് ഇതിന് മുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത് തന്നെ C3X എന്ന് പറയുന്ന അത് ബേസ്ഡ് ആയിട്ടുള്ളൊരു കൂപ്പേ SUV അല്ലെങ്കിൽ ഒരു സെഡാൻ എന്ന് പറയാം, കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ സെഡാൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാൻ ആക്ച്വലി പോകുമായിരുന്നു. ആ സമയത്താണ് ഈ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടൊക്കെ പുറത്ത് വന്നത്. ആ വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ചാനൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എനിവേ, ഈ ഒരു ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് സത്യം പറഞ്ഞാൽ കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് പറയും. കാരണം ഈ വാഹനം ലാറ്റിൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ ഇതിനു മുമ്പ് 0 സ്റ്റാർ റേറ്റിംഗ് സ്കോർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ശരിക്കും അവിടെ 0 സ്റ്റാർ സ്കോർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലോബൽ എൻക്യാപ്പിൽ 2 അല്ലെങ്കിൽ 3 സ്റ്റാർ എങ്കിലും ഇതിന് കിട്ടുമായിരിക്കും. കാരണം ലാറ്റിൻ എൻക്യാപ്പിൻ്റെ പ്രോട്ടോക്കോളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്കിപ്പോൾ ഉള്ള ഗ്ലോബൽ എൻക്യാപ്പിനേക്കാൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസാണ് അവരവിടെ പാലിക്കുന്നത്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിലാണെങ്കിൽ
നോക്കുകയാണെങ്കിലും ഇപ്പോൾ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായി വന്നിട്ടുണ്ട്. അതില്ലാത്ത വാഹനങ്ങൾക്കും അവരിപ്പം കുറച്ച് പോയിന്റ്സ് ഒക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടില്ല. പിന്നെ ഇവർക്ക് ഈ പറയുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്ലോബൽ എൻക്യാപ്പിൽ അവർക്ക് ഈസി ആയിട്ട് 2-3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ എടുക്കാമായിരുന്നു എന്ന്. പക്ഷെ എന്നാലും അതും വളരെ ഇമ്പ്രസീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴും ഒരു ആവറേജ് സേഫ്റ്റി റേറ്റിംഗ് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ C3യുടെ ഒക്കെ പുതിയ ജനറേഷൻ മോഡൽ 2025 വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 2024 പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് ഫേസ് ലിഫ്റ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു മോഡൽ. ഇപ്പോൾ നമുക്കറിയാം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഈ വാഹനം വളരെ പുറകിലാണ്. അതായത് സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളിലുള്ള യാതൊരു രീതിയിലുള്ള ഫീച്ചേഴ്സും C3യിൽ അവൈലബിൾ അല്ല. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ ഒരു മിഡ് ലൈഫ് അപ്ഡേറ്റ് പോലെ കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ 2025 നമുക്കൊരു പ്രോപ്പർ ഫേസ് ലിഫ്റ്റും വരും. സിട്രോയിൻ ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തിയിലാണ് എന്നാണ് അവർ പറയുന്നത്. ആ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴെങ്കിലും അവർ ഈ വാഹനത്തിൻ്റെ മെയിൻ പോരായ്മകളെല്ലാം തിരുത്തിയാൽ മതിയായിരുന്നു. കാരണം ഈ വാഹനം മെക്കാനിക്കലി വെൽ സോർട്ടഡ് ആണ്. മെക്കാനിക്കലി വെൽ സോർട്ടഡ് എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഇവർ മെക്കാനിക്കലി സോർട്ടഡ് ആയിട്ടുള്ള വാഹനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സേഫ്റ്റിയും പൊതുവെ നോക്കുമായിരിക്കുന്നു. പക്ഷേ അതിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ പോട്ടെ, ഇനിയിപ്പം വരാൻ പോകുന്ന വണ്ടികളിലൊക്കെ അവർക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ വാഹനം അങ്ങനെ അധികം വാങ്ങാത്തത്. ഇത് മാർക്കറ്റിൽ ക്ലച്ച് പിടിക്കാണ്ട് പോയതും ആ ഒരു റീസൺ കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. കാരണം ആൾക്കാർ നോക്കുന്ന സമയത്ത് പ്രൈസ് അങ്ങനെ ഭയങ്കര കുറവല്ല നമ്മൾ റൈവൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം. പക്ഷെ എന്നാൽ മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇൻറ്റീരിയറിൽ വരുന്ന ഫീലും അതുപോലെ വണ്ടിയുടെ ചില മെറ്റീരിയൽസ്, എക്സ്റ്റീരിയറിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ, ഡിസൈൻ അത്യാവശ്യം ഫങ്കിയാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ AC, ഈവൻ ഡ്രൈവർ സൈഡിൽ വരുന്ന 4 പവർ വിൻഡോ കൺട്രോൾസ്. ഈ വണ്ടിയിലെ ഡ്രൈവർ സൈഡിൽ 2 പവർ വിൻഡോ കൺട്രോൾസേ ഉള്ളൂ, ബാക്കി 2 നടുവിലാണ്. ബാക്കിൽ പവർ വിൻഡോ കൺട്രോൾ നടുവിലേ ഉള്ളൂ. അങ്ങനെ ഒരു ടോട്ടൽ 4 പവർ വിൻഡോ സ്വിച്ചസ് ഇതിൻ്റെ അകത്ത് ലാഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ചെറിയ കോസ്റ്റ് കട്ടിങ് ഒരു വാഹനത്തിൽ അവർ വരുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ്, ഈവൻ C3 എയർക്രോസിൽ വരെ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറയാലോ വളരെ പുവർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. കാണാനുള്ള ലുക്കും ഇല്ല, മാത്രമല്ല ഫംഗ്ഷനാലിറ്റിയിലാണെങ്കിലും വളരെ ചീപ്പായിട്ട് തോന്നുന്ന ഡോർ ഹാൻഡിൽസ് ആണ്. അതൊക്കെ അവർ വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റിലെങ്കിലും മാറ്റിയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എന്തായാലും ഫേസ് ലിഫ്റ്റിൽ അവർ ഡിസൈൻ മൊത്തത്തിൽ അത്യാവശ്യം റിവൈസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് അത് ഞാൻ പറഞ്ഞു ഈ വർഷം പകുതി ആകുമ്പോഴേക്കും അവർ വരും. പിന്നെ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്താലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി അവരെല്ലാം കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചും ചെയ്യാണ്ടാവില്ലല്ലോ. ഇത് C3ക്ക് മാത്രമല്ല, C3 എയർക്രോസിനും ഈ വർഷം പകുതി ആകുമ്പോഴേക്കും ഒരു ഫീച്ചേഴ്സ് കൂട്ടിയിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. ആൻഡ് അടുത്ത വർഷം തന്നെ C3 എയർക്രോസിനും ഫേസ് ലിഫ്റ്റ് വരും എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം അവർ ഈ വണ്ടി ഇറക്കിയിട്ട് അധികം കാലം പോലും ആയിട്ടില്ല. അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 1.5-2 വർഷത്തിനുള്ളിൽ ഫേസ് ലിഫ്റ്റ് വന്ന പോലെ ആയിപ്പോവും. എനിവേ നമുക്ക് നോക്കാം അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.